കോട്ടയത്തെ കുട്ടികളുടെ ആശുപത്രിയിൽ 3 വയസ്സുകാരി മരിച്ച സംഭവം ചികിത്സാ വീഴ്ചയെന്ന് പരാതി. മതിയായ ചികിത്സ ലഭിച്ചില്ലെന്നാരോപിച്ച് മാതാപിതാക്കൾ രംഗത്ത് വന്നു. കട്ടപ്പന സ്വദേശിനിയായ ഏകവർണികയുടെ മരണത്തിലാണ് ഇപ്പോൾ പരാതി ഉയർന്നത്. ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. കട്ടപ്പന സ്വദേശികളായ വിഷ്ണു ആശ ദമ്പതികളുടെ മകൾ ഏകപർണിക ഇന്നലെയാണ് മരിച്ചത്. വയറുവേദനയെ തുടർന്ന് കോട്ടയത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് ഹെൽത്തിലെത്തിച്ച കുട്ടിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും പിന്നീട് മരണം സംഭവിക്കുകയുമായിരുന്നു. മരണത്തിന് മുൻപ് കുട്ടിക്ക് അസ്വസ്ഥതയുണ്ടായപ്പോൾ മതിയായ ചികിത്സ ലഭിച്ചില്ലെന്നാണ് പരാതി. രാവിലെ തൊട്ട് ഇവരോട് പറയുന്നുണ്ട്, ഡോക്ടർ ഈ കുഞ്ഞിന് തീർത്തും വയ്യ, കുഞ്ഞ് ഇങ്ങനെയുള്ള ആളല്ല, കുഞ്ഞ് നല്ല ആക്റ്റീവായിട്ടുള്ള ആളാണ്, ഇത്ര ക്ഷീണം വന്നാലും അവൾ എണീറ്റിരിക്കും, എത്ര പനി വന്നാലും എന്തൊക്കെ ഉണ്ടെങ്കിലും അവൾ എണീറ്റിരിക്കുന്ന ആൾ. കുഞ്ഞിന്റെ കണ്ണിങ്ങനെ മറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. പിന്നെ ചുണ്ടിന്റെ നാക്കിന്റെ എല്ലാം നിറം മാറി. പക്ഷെ അതൊന്നും സിസ്റ്റർ പറയുന്നത് ഇത്ര ഛർദ്ദിച്ച കുഞ്ഞല്ലേ, അപ്പൊ അതിന് ക്ഷീണം വരുമെന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞു അതിന് മാത്രം കുഞ്ഞ് ഛർദ്ദിച്ചിട്ടില്ല. കഴിഞ്ഞ 11-ാം തീയതി കുട്ടിയെ വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. അന്ന് മരുന്ന് നൽകി വീട്ടിലേക്ക് പറഞ്ഞുവിട്ടു. തുടർന്ന് കഴിഞ്ഞ ദിവസം അസുഖം മൂർച്ഛിക്കുകയായിരുന്നു. എന്നാൽ മാതാപിതാക്കളുടെ ആരോപണങ്ങൾ ആശുപത്രി അധികൃതർ തള്ളി. മതിയായ ചികിത്സ നൽകിയിരുന്നുവെന്നാണ് സൂപ്രണ്ട് പറയുന്നത്. മാതാപിതാക്കൾ പരാതി നൽകിയതിനെ തുടർന്ന് കട്ടപ്പന പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. 24 കോട്ടയം.